ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ. രാവിലെ എണീറ്റ് എന്താ പറയുക, പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ കോക്കോയി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കിടന്ന് നടക്കും. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതിന് കാലിനിടയിൽ ഇങ്ങനെ കിടന്ന് നടക്കും. അപ്പോൾ അതിനെ എടുത്ത് കൊഞ്ചിക്കുക, ഇതൊക്കെയാണ് പരിപാടി. നമ്മുടെ ശിവു എണീറ്റിട്ടില്ല. അപ്പോൾ ശിവുവിനെ മെല്ലെ എണീപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോയിട്ട് കഴിക്കാൻ എന്തെങ്കിലും മേടിക്കാമെന്ന്. വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു പുറത്ത് പോയിട്ട് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ മറ്റേ റോഡിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ കാലത്ത് എണീറ്റിട്ട് എന്താ പറയുക, ഇഡ്ഡലി മേടിക്കാൻ പോയതാടാ. ഇഡ്ഡലി മേടിക്കുകയാണെങ്കിൽ നമ്മുടെ അവിടെ അടുത്തൊരു കടയുണ്ട്, പക്ഷെ അവിടെ ഇഡ്ഡലി കഴിഞ്ഞു. ഇഡ്ഡലി നമ്മൾ 6 മേടിക്കാറില്ല കേട്ടോ. അപ്പോൾ 60 രൂപ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, വിന്ദു പറഞ്ഞു ഇത്തിരി കൂടി മുമ്പിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഇഡ്ഡലി ഇല്ല. അപ്പം ഞാൻ വെറുതെ ഒരു 5 മസാല ദോശ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതോടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ, കാലത്ത് തന്നെ മസാലയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വയറ് ഗ്യാസൊക്കെ സീനാവില്ലേ. അപ്പം നെയ് റോസ്റ്റ് പറഞ്ഞു. നെയ് റോസ്റ്റിൻ്റെ ബില്ല് വന്നത് 210 രൂപ. 60 രൂപ പോണ്ട് കൊടുത്ത് 210 രൂപ കാലത്ത് പോയി. അപ്പോൾ നമ്മളത് മേടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. യെസ്, ഞങ്ങളെന്തായാലും കുറച്ച് ഭക്ഷണപ്രിയരാണ്. പുറത്തുനിന്ന് ഈ മന്തി അത് ഇത് കഴിക്കുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ അതിന് അധികം വേണ്ടാന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ. അതുകൊണ്ട് ഞാൻ ഡയറ്റ് എടുത്ത സമയത്ത് ഞാൻ ഒട്ടും കഴിച്ചിരുന്നില്ല. പക്ഷെ ഇത്തിരി കൊതി കൂടി. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഡയറ്റ് എടുക്കാത്ത കാരണം കൊണ്ട് ഇപ്പൊ കൊതി കൂടി. ഇതുപോലത്തെ ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കാന്ന് വിചാരിച്ചു. അതെ, അപ്പൊ ഞാൻ എന്തായാലും വിചാരിച്ചു പുറത്ത് പോയിട്ട് മേടിച്ചിട്ട് കഴിക്കാം. യെസ്, ഇതിൻ്റെ ഉള്ളിൽ നല്ല നെയ് റോസ്റ്റാണ് കഴിച്ച്. അങ്ങനെ പോണ സമയമാണ്. സ്കൂൾ പിള്ളേരല്ല. കോക്കോ ഇതാ കോക്കോ, ക്യാമറ നക്കോ. കോക്കോ കണ്ട, കോക്കോ വലുതായപ്പോൾ ഇവിടെ ഒക്കെ കിടന്ന് ഇങ്ങനെ നടക്കലാണ് ഇപ്പോൾ ആളുടെ പരിപാടി. അവിടെ പിന്നാലെ വരും. ഇവിടെ പിന്നീന്ന് ഒരു 1 സെക്കൻഡ് മാറില്ല. പിന്നെ വെച്ചാൽ അവിടെ കിടാന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കും. അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലേ കോക്കോ. കണ്ടാ വിളിച്ചു വരും. ഞാൻ കോക്കാച്ചി എന്നാണ് വിളിക്കാറ്. ശിവ കോക്കാപ്പി എന്നാണ് വിളിക്കാറുള്ളത്. ചില സമയത്ത് ഞാൻ കൊക്കക്കോള എന്ന് വിളിക്കും. വിഷുവിൻ്റെ കുറച്ച് തിരക്കുണ്ടായിരുന്നു, കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് ഓർഡർ വന്നാൽ പിറ്റേ ദിവസം തന്നെ തയ്ച്ച് അന്ന് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ സമാധാനമാണ്. ഇന്ന് ഓർഡർ എടുത്ത പിറ്റേ ദിവസം തന്നെ തയ്ക്കുക. അപ്പോൾ തന്നെ എന്താ പറയുക, തയ്ച്ചപ്പോൾ തന്നെ ഞാൻ പാക്ക് ചെയ്യുക. അപ്പോൾ വേഗം കഴിയുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോൾ അച്ഛനും മോളും കൂടി ഇവിടെ ഇങ്ങനെ കിടന്ന് നടക്കുന്നുണ്ട്. ഓരോന്ന് പൊട്ടിക്കാനും പറിക്കാനൊക്കെ പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ കിടന്ന് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും വണ്ടികൾ പോണ വഴിയല്ല, കുഴപ്പമില്ല. ഇപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് സ്ഥലത്ത് ഇങ്ങനെ കിടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ, ഞാൻ മുൻപും കണ്ടിട്ടുണ്ട്. ഇതെന്തോ പ്രാണി മല വിസർജനം ചെയ്യണമെന്നുണ്ട്. ശിവു ഓട്ടർഷ നോക്കിയേ. അപ്പോൾ അച്ഛനമ്മയൊക്കെ വന്നു കേട്ടോ വീട്ടിൽ. പിന്നെന്ന് വെച്ചാൽ കുറച്ച് ഫുഡൊക്കെ വെക്കുക, അങ്ങനത്തെ പരിപാടികളായിരുന്നു. പിന്നെ കുറച്ച് തയ്ക്കാനുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം കൊണ്ടുപോയിട്ട് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ രാവിലെ ഓർഡർ എടുത്താലും വൈകുന്നേരം മാക്സിമം അയക്കാൻ പറ്റുന്ന പോലെ നോക്കും. ഇപ്പോൾ ഇത്ര ടൈമല്ലേ വേണ്ടൂ. പിന്നെ കുറേ ഉണ്ടെങ്കിലാണ് കുറച്ച് ടൈം എടുക്കുക. പിന്നെ കുറേ വർക്ക് ഉണ്ടെങ്കിലും കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതേ എല്ലാവരും കൂടെ ഇട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. കൂടെ അച്ഛനും ഉണ്ട് കേട്ടോ. പിന്നെ കോക്കോൻ്റെ കാര്യം പറയണ്ടല്ലോ. പിന്നെ ഞങ്ങളത് ഗുരുവായൂർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ സന്ധ്യയ്ക്ക്. എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇപ്പോൾ പോകലുണ്ട് ഗുരുവായൂർക്ക്. അങ്ങനെ ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കടയിൽ കയറിയതാണ്. പിന്നെ നമ്മൾ നേരെ ഗുരുവായൂർക്ക് വിട്ടു. അവിടെ പോയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തൊഴുതിട്ട് പോരാലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പിന്നെ ഇനി വിഷുവിൻ്റെ ടൈമിൽ പോകണമെന്നൊക്കെ വിചാരിക്കാം. വിഷുവിൻ്റെ തലേദിവസമൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ശിവുവിൻ്റെ സ്കൂളിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ശിവുവിന് ബുക്സ് കിട്ടാനുണ്ട്. ശിവുവിൻ്റെ യൂണിഫോമിൻ്റെ ഒരു മെഷർമെൻറ്റ് കൊടുക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശിവുവിൻ്റെ യൂണിഫോം മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ് കേട്ടോ. അപ്പോൾ യൂണിഫോമും ബുക്സൊക്കെ ആ ദിവസം തന്നെ നമുക്ക് തന്നു. അങ്ങനെ നമ്മളതൊക്കെ മേടിച്ചിട്ട് ഇത് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ ശിവുവിൻ്റെ അതുണ്ടാവും. നമ്മുടെ ശിവുവിൻ്റെ യൂണിഫോം കിട്ടി, അതുപോലെ ബുക്സ് കിട്ടിയിട്ടാ. നമ്മൾ സ്കൂളിലാണുള്ളത്.
വണ്ടി കയറി പോവാൻ പോവാണ് ഗൈസ്. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് അൺബോക്സ് ചെയ്യാട്ടാ. സ്കൂളിൻ്റെ കവാടം, ഇതിവിടെ സെക്യൂരിറ്റി ചേട്ടൻ്റെ പിന്നെ സ്റ്റാഫുകളുടെ വണ്ടികൾ, ചെറിയൊരു പാർക്കുണ്ട്. ഇതാണ് നമ്മുടെ ഓവറോൾ ഒരു കാഴ്ച. നല്ലൊരു മാവുണ്ട് കേട്ടോ ഫ്രണ്ടിൽ തന്നെ. ഇവിടെ യൂണിഫോം ഇഷ്ടമായ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അച്ഛനമ്മയ്ക്കൊക്കെ യൂണിഫോം ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെന്തൊക്കെ കിട്ടിയ പറയാ. അപ്പൊ ഞങ്ങൾ ഇട്ട് നോക്കി യൂണിഫോം. സാധാരണ 2 ജോഡി എത്ര എടുക്കാറ്, പക്ഷെ നമ്മൾ 3 ജോഡി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി മഴക്കാലമൊക്കെ അല്ലേ, ഇനിയിപ്പോൾ ഞാൻ മുണങ്ങിയില്ലെങ്കിലും വെച്ചിട്ട് ഞാൻ 3 ജോഡി ആക്കിയതാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ വേറെ സ്ഥലത്തേക്കൊക്കെ പോയി. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി. ഭയങ്കര ഡിലേ ആയിട്ടാണ് ഫുഡ് കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പിന്നെ സന്ധ്യാവാറായിട്ടുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് ഞങ്ങൾ. ഗൈസ് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറിയിട്ടാണ്. മാറിയാലും ഇത് നമ്മുടെ സ്ഥലം തന്നെയാണ് അല്ലേ ഓണറെ. അപ്പോൾ ഓണർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നെ ഇവിടെയൊക്കെ കൊണ്ട് കാണിച്ചു. ഇതാളുടെ ചേട്ടൻ്റെ സ്ഥലമാണ്, അതുവരെയാണ് ആളുടെ സ്ഥലം. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഇതേ ചക്ക ഉണ്ടോ, ചക്ക നോക്കിയാൽ ചക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടക്കൊല എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഈ ചക്ക കണ്ടോ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആകെ മുള്ള് ഇത്തിരി കൂടുതലാ. യെസ് ആടി നോക്കിനി മുള്ളിത്തിരി കൂടുതലുണ്ട് കേട്ടോ. ഈ ചക്ക ഇതുവരെ അവർ കഴിച്ചു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞ. അപ്പൊ നമ്മളാണ് കഴിക്കാൻ പോണത്. കഴിച്ചു നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ റിവ്യൂ പറയാട്ടോ. ഇതിന് ചക്കക്കുരു ഉണ്ടാവോ? ഇല്ല, ചക്കയിൽ ചക്കക്കുരു ഉണ്ടാവില്ലേ? ചക്ക ശിവന്റെ ഹൈറ്റിൽ ചക്ക കാണുന്നത്. ശിവ മൊത്തം കണ്ടിട്ടുള്ളത് അത്തടിയിലേക്ക് നിൽക്കണതാ. നമുക്കൊരു ചക്ക ഇടാലോ, ഇടയും ചക്ക കൂട്ടാൻ വയ്ക്കാം. അങ്ങനെ ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു വൈകുന്നേരം ശിവന് അംഗനവാടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് ഞങ്ങളൊരു മിററിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വന്നിട്ടുണ്ട്. അത് ഓട്ടോയിലാണ് വന്നത്. അപ്പം അത് ഇതേ കയറ്റിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊരു റൂം മേക്ക് ഓവർ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം. അങ്ങനെ ഇതേ ശിവു നല്ല കളിയിലാണ്. കുട്ടു കുറച്ച് ടയേർഡാണെന്ന് വെച്ചാൽ പുറത്ത് കുറേ അധികം ഓട്ടമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. ശിവന് അംഗനവാടി വിട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അപ്പം നല്ല ടയേർഡാണ്, അവൻ ഉറങ്ങുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് പണികളുണ്ട്, അതൊക്കെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചു. ശിവ നല്ല കളിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.